യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാന നൊബേലിന് അർഹനാണത്രേ. ഇത് പറഞ്ഞത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തിരിക്കുന്ന ഷഹബാസ് ഷെരീഫാണ്. ഇന്നലെ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി വൈറ്റ് ഹൌസിൽ എത്തിച്ചേരുന്നത്. അതിന്റെ മമത തന്നെയാകാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നതും. ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ പരിഹരിക്കുന്ന സമാധാനത്തിന്റെ വക്താവാണ് ട്രംപ് എന്നാണ് ഷഹബാസ് ഷെരീഫിന്റെ വിശേഷണം. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ സാധ്യമാക്കിയത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്നും അദ്ദേഹത്തിന്റെ ധീരമായ ഇടപെടലിലൂടെ യുദ്ധം അവസാനിപ്പിച്ചു എന്നുമാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രസ്താവന നടത്തിയത്. വിജയിച്ചത് പാക് സൈന്യമെന്നും പ്രധാനമന്ത്രി വാദമുയർത്തുന്നുണ്ട്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ രാഷ്ട്രീയ മുതലെടുപ്പിനായാണ് യുദ്ധം ആരംഭിച്ചതത്രേ. പാവപ്പെട്ടവരെ ജാതിയും മതവും നോക്കി അരുംകൊല ചെയ്ത പാകിസ്ഥാൻ ഇപ്പോൾ കുറ്റമില്ല. തീവ്രവാദത്തിന്റെ വിളനിലമായ പാകിസ്ഥാന് ഇപ്പോൾ ഒന്നിനും പങ്കുമില്ല എന്ന ഭാവമാണ്. ആക്രമണങ്ങളിൽ പാക് സൈന്യം വിജയിച്ചതായും ഇന്ത്യയുടെ 7 വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയതായും ഇദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നുമുണ്ട്. നയതന്ത്ര ചർച്ചകളിലൂടെ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് പാകിസ്ഥാന്റെ വിദേശ നയമെന്നും പാക് പ്രധാനമന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ ഘോരം പ്രസംഗവും നടത്തി. എന്നാൽ ഈ പ്രസ്താവനകൾക്ക് ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ. ഭീകരതയെ മഹത്വവൽക്കരിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടേത് അസംബദ്ധ നാടകമായിരുന്നു എന്നാണ് ഇന്ത്യയുടെ മറുപടി. പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ റെസിഡൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ UN രക്ഷാസമിതിയിൽ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തിയ പാകിസ്ഥാനാണ് ഇവിടെ ഇത്തരത്തിൽ പ്രസംഗിക്കുന്നതെന്നും ഇന്ത്യ പറയുന്നു. വർഷങ്ങളായി ഭീകരവാദത്തെ പോഷിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യം ഇത്തരം വിചിത്ര പ്രചാരണങ്ങൾ നടത്തുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഒസാമ ബിൻ ലാദനെ ഒരു ദശാബ്ദത്തോളം സംരക്ഷിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. അവരുടെ മന്ത്രിമാർ തന്നെ അടുത്തിടെ ഭീകരവാദ ക്യാമ്പുകൾ നടത്തുന്നതായി സമ്മതിച്ചിട്ടുണ്ട്. ഈ ഇരട്ട നീതി പ്രധാനമന്ത്രി തലത്തിൽ പോലും തുടരുന്നതിൽ അത്ഭുതമില്ലെന്നും ആണവായുധത്തിന്റെ മറവിലുള്ള ഭീകരത അനുവദിക്കില്ലെന്നും അത്തരം ഭീഷണികൾക്ക് വഴങ്ങില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇന്ത്യ പാക് പ്രശ്ന പരിഹാരത്തിന് മൂന്നാം കക്ഷിക്ക് ഇടമില്ലെന്നും ഇന്ത്യ പറയുന്നു. എന്തായാലും മുൻപ് താൻ 50 തവണയെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇടപെട്ടിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട ട്രംപിന് കൂടിയുള്ള ഒരു മറുപടി ആണിത്.